ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. അങ്ങനെയാണെന്നുണ്ടെ ഉറക്കെ സന്തോഷത്തിൽ എല്ലാവരും കൈകൾ ഉയർത്തി ഗുഡ് മോർണിംഗ് എന്ന് കൈ വീശു എന്ന് പറഞ്ഞു. അതെ അതെ. ഒന്ന് പറയേ 1 2 3 4 ഗുഡ് മോർണിംഗ്. പലതായിട്ടാ കേട്ടെ. ഒന്നിച്ച് റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കുട്ടി പന്തലിന്റെ എത്രാമത്തെ ദിവസമാണ്? 5 ദിവസമായി അല്ലേ? അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങണ്ടേ? ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കുരുവിള അച്ഛനാണ്. അച്ഛനെ സ്നേഹത്തോടെ ഈ കുട്ടിപ്പന്തൽ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായിട്ട് ക്ഷണിക്കും. പ്രാർത്ഥിക്കാൻ എങ്ങനെ ഇരിക്കുന്നത്? കൈകൂപ്പി കണ്ണടച്ച് ആണോ? എല്ലാവരും ഒന്നിരുന്നേ. എല്ലാവരും പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, കുഞ്ഞുങ്ങളുമായി നിന്റെ സന്നിധിയിൽ ഈ പ്രഭാതം കടന്നു വന്നിരിക്കുന്നു പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ അവരെ വിടുവീൻ. സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടെ എന്ന് പറഞ്ഞ കർത്താവേ, ഈ കുഞ്ഞുങ്ങളുമായി നിന്റെ സന്നിധിയിൽ ഈ പ്രഭാതം കടന്നു വരുന്നു. നീ അവരെ ചേർത്തണയ്ക്കുന്ന കർത്താവാകയാൽ സ്തോത്രം. നീ അവരെ സ്നേഹിക്കുന്ന യേശുവാകയാൽ സ്തോത്രം. നീ അവരെ കൂടെ ഇരുത്തുന്ന കർത്താവാകയാൽ സ്തോത്രം. എൻ്റെ തിരുവചനങ്ങൾ അവർക്ക് ഹൃദ്യമായിട്ട് ഈ പകലിൽ പകർന്നു കൊടുക്കണമേ. നിന്നെ പാടി സന്തോഷിപ്പാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളുടെ നാവുകളിൽ നിന്റെ ആത്മാവിൻ്റെ വ്യാപാരം നൽകണമേ. നീ അവരോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുകയും ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഈ ഓരോന്നിൻ്റെ മക്കളെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷം അല്ലേ? അതെ ഹാപ്പിയായി. അങ്ങനെയാണെന്നുണ്ട് 1 എന്ന് പറയുമ്പോൾ എത്ര തവണ കൈയടിക്കും? ഒരു പ്രാവശ്യം കൈയടിക്കും അല്ലേ? എന്നാൽ 1 2 എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം അടിക്കും? അറിയല്ലേ? എന്നാൽ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം. എന്നാൽ റെഡി 1 2 3 4 എന്ന് പറയുമ്പോൾ 4 പ്രാവശ്യം അല്ലേ? എന്നാൽ റെഡി 1 2 3 4. ഇപ്പോൾ 5 എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം അടിക്കണം? കൈയടിക്കണ്ട, കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയണം. അത് പറഞ്ഞേ ഹല്ലേലൂയ. എന്തോ അല്ലേലും വയ്യായോ? എന്തോ പറയണ്ടേ? കേട്ടില്ല. ഈ ഹല്ലേലൂയ എവിടുത്തെ ഭാഷയാ? എവിടുത്തെ ഭാഷയാ? എവിടുത്തെ ഭാഷയാ? സ്വർഗത്തിലെ ഭാഷയാണ്. അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ വേണം ഈ ഭാഷ പറയാനായിട്ട്. ഹല്ലേലൂയ ചിരിച്ചോണ്ട് ഹല്ലേലൂയ. പല്ലൊക്കെ കാണണം. റെഡി 1 2 3 4 5. 1 എന്ന് പറയുമ്പോൾ പഠിക്കാമല്ലോ. റെഡി 1 2 3 4 4 5. ഓക്കെ. ശ്രദ്ധയുണ്ട്. അങ്ങനെയാണെന്ന് സാറേ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പാട്ടുകളൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്താലോ? ഇന്ന് അധികം സമയമൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് പാട്ടുകളെല്ലാം ഒന്ന് വളരെ പെട്ടെന്ന്. എല്ലാ പാട്ടുകൾക്കും ഇഷ്ടമായിരുന്നോ? ഇഷ്ടപ്പെട്ട നല്ല പാട്ടുകളായിരുന്നോ? അതുകൊണ്ട് ആ പാട്ടുകളെല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് പാടി നോക്കണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ അങ്കിളിനെ, ജോമി അങ്കിളിനെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് തീം സോങ്. റെഡിയല്ലേ? സെറ്റ് സെറ്റാ? ക്ലാപ്പ് ചെയ്യണം. നല്ല സ്മൈലിംഗ് ഫേസോടുകൂടെ സന്തോഷത്തോടെ എല്ലാവരും കാണാം. സ്ക്രീനെ കാണാം. ഇങ്ങോട്ട് നോക്കാം. Monday.
എല്ലാരും ഒന്ന് പയ്യെ ഒന്ന് എഴുന്നേക്കാവോ? ഞാനിങ്ങനെ കൈ കാണിക്കുന്ന അനുസരിച്ച്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓർക്കുന്നുണ്ടോ ഈ പാട്ട്? ഓർക്കുന്നുണ്ട്? അപ്പൊ നിങ്ങൾ പാടും വിത്ത് ആക്ഷൻ. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ ഈ ഫൈനൽ ഡേയ്സിലൊക്കെ നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ കുട്ടികളുടെ യോഗം. അതുകൊണ്ട് ഇന്ന് മാക്സിമം പോയിന്റ്സ് ഒക്കെ നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇന്നത്തെ പാട്ടിനും ഇന്നത്തെ ആക്ഷനും നിങ്ങളുടെ ഇരിപ്പിനും നിങ്ങളുടെ എക്സ്പ്രഷനും എല്ലാത്തിനും കൂടെ ചേർത്താണ് ഇത് പോയിന്റ് ഇടുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള ടോട്ടൽ സ്കോർ അനുസരിച്ച് സോയ് സാറേ, ദിനാറാണ് ഡോളറിനാണ് വില കൂടുതൽ? 1449 പോയിന്റോടുകൂടി ഇവർ രണ്ടാം സ്ഥാനത്ത്. അവർക്ക് 1510. ഇന്നത്തെ കമ്പോള നിലവാരം അനുസരിച്ച് 1440. ദിനാറിന്റെ വില ഇടിഞ്ഞു. ഡോളറിന്റെ മൂല്യം കൂടി. കഴിച്ച് ഡോളർ ഇവര് പറഞ്ഞ് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ യു റെഡി ദിനാസ്? ഡോളർ പറയുന്നത് ശ്രദ്ധിച്ചോണേ. ആർ യു റെഡി ഡോളേഴ്സ്? സാറേ ഒറ്റ ആക്ഷൻ 500 പോയിന്റ്. ഓർത്തോണം. Everybody. എന്നെ സൂപ്പറായിരുന്നു സാറേ. ഒരു നല്ല കൈഡി. എന്നിട്ട് നമ്മുടെ ഈ തോളത്തോട്ട് തന്നെ നമ്മളും തട്ടിക്കേ. എന്നിട്ട് പറഞ്ഞേ ഞാൻ സൂപ്പറാണെന്ന് പറഞ്ഞേ. ഉറക്കെ പറഞ്ഞേ. സാറേ 500ന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. 1490. ഇവർക്ക് രണ്ടുപേരും സൂപ്പറായിട്ട് കളിച്ചതുകൊണ്ട് രണ്ടുപേർക്കും 500 പോയി. ടോട്ടൽ പോയിന്റ് 500 രൂപയുടെ കൂടിയിരിക്കുന്നു. സിറ്റ് ഡൗൺ പറയണോ? വേണ്ട സാറേ, നമ്മുടെ ഇംഗ്ലീഷ് പാട്ടുണ്ട്. ഇംഗ്ലീഷ് പാട്ട് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? When Jesus came to me, I was a poor soul. Gave me everything but eternal life. അച്ഛൻ എന്തോ അച്ഛാ വിചാരിച്ച്? ഓ എന്റെ ദൈവമേ. കണ്ടോ, ഒറ്റ പ്രാവശ്യം പാടുമ്പോൾ പാട്ടുകളെല്ലാം ഹൃദിസ്ഥമാക്കും. വെരി ഗുഡ്, എക്സലന്റ് പെർഫോമൻസ്. ആർ യു റെഡി ദിനാസ്? I was a poor soul. He gave me everything that I need for eternal life. When Jesus came to me, I was a poor soul. He gave me everything that I need for eternal life. I am not the same. I am not the same. I am a newborn child in Jesus Christ. I am not the same. Oh, I am not the same. I am a newborn child in Jesus Christ. Richer, 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 richer than ever before. Richer, 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 richer than life.
richer, 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 richer than ever before. Richer, 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 richer than ever. Jesus came to me, I was a poor soul. He gave me everything that I need for eternal life. Jesus came to me, I was a poor soul. He gave me everything that I need for eternal life. Eternal life. സാറേ ഇനി ഏത് പാട്ടാ സാറേ? ഇവന്റെ ഒരു പാട്ട് പറയട്ടെ. ഏത് പാട്ടാ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സമയം കളയും. നെവർ ഗീവ് അപ്പ്. ആ സാറേ നെവർ ഗീവ് അപ്പ് ഒന്ന് പാട്ടോ. ആണോ? അത് പാടാൻ ഇച്ചിരി സമയം വേണമെന്നാണ്. ദിനേശങ്ങൾ ഒന്ന് റെഡിയാകണം. അച്ഛാ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ ബാഗ് തൂക്കി പുറത്തും തോളിലും ഒക്കെ ഇട്ടിരിക്കുന്നവരതൊന്ന് ഊരി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അല്ലേ അതല്ലേ ഫ്രീ ആയിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബാഗൊക്കെ തൂക്കി ബാഗിട്ടൊന്ന് ബാലൻസ് ചെയ്യുന്നുണ്ട്. താത്ത് വെച്ചിട്ട് റെഡി മേക്ക് ബട്ടർഫ്ലൈസ്. സൂപ്പർ 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 സൂപ്പർ. സ്റ്റോപ്പ് ആൻഡ് ഡൗൺ. ഹാൻഡ്സ് ഡൗൺ. ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് ഡൗൺ. ഓക്കെ സാറേ രാവിലെ നമുക്ക് നാടിനെ മേച്ചാലോ? വെക്കാനുണ്ട്. അതിനവിടെ ദാവീദിന്റെ അടുത്ത് പോകണ്ടേ? ആ ദാവീദിന്റെ അടുത്ത് ഏതോ പോവാം. ഓക്കെ ഓർക്കുന്നുണ്ട്. ഏത് പാട്ടായിരുന്നു? അതിനകത്ത് ഈ തമിഴ് പാട്ടിലുള്ളൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്തുവായിരുന്നു? റംബം ബം അല്ലേ? ഓർക്കുന്നുണ്ടോ? ആ അറിയാം. പണ്ടൊരു നാളിൽ സിംഹം വന്നു, പിന്നൊരു നാളിൽ കരടി വന്നു. പണ്ടൊരു നാളിൽ സിംഹം വന്നു, പിന്നൊരു നാളിൽ കരടി വന്നു. രണ്ടിനെയും ഒരുപോലെ തീർത്തവനീതാവി. രണ്ടിനെയും ഒരുപോലെ തീർത്തവനീതാവി. നാടിനെ വെച്ചു കറങ്ങി നടക്കും കുഞ്ഞൻ ദാവീദേ. ഇടയെത്തിയൊരു ഈശായി മകൻ നല്ലൊരു നാട്ടിലെ. നാടിനെ വെച്ചു കറങ്ങി നടക്കും കുഞ്ഞൻ ദാവീദേ. ഇടയെത്തിയൊരു ഈശായി മകൻ നല്ലൊരു നാട്ടിലെ. അന്നൊരു നാളിലെ താഴ്വര വെല്ലുവിളിച്ചൊരു മല്ലൻ. അന്നൊരു നാളിലെ താഴ്വര വെല്ലുവിളിച്ചൊരു മല്ലൻ. അവിടെയുമായി നിന്നവനീതാവി. മല്ലനെ വീഴ്ത്തി നിന്നയകറ്റി കുഞ്ഞൻ ദാവീദേ. പാരമ്പം അരമ്പം 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 പാരമ്പം. ഒരാൾ മരത്തെ ഓടിക്കേറിയ കാര്യം ഓർക്കുന്നുണ്ടോ? അയാളെ ആ സക്കായിയെ കുറിച്ചൊരു പാട്ടുണ്ട്. ആ പാട്ട് എഴുതിയതും ട്യൂൺ ചെയ്ത് ആരെന്നറിയാമോ? എൻ്റെ പുറകിലൊരു വെള്ള ഒരു ജുബ്ബാക്കിയിട്ട് ഒരാൾ നിൽപ്പുണ്ട്. ജോമിയെങ്കിൽ നമ്മൾ ഒരു കുള്ളൻ സക്കായി ആയിട്ട് വന്നിട്ടുണ്ട്. ചുള്ളനായ ജോമിയെങ്കിൽ കുള്ളൻ സക്കായി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സാറ് ഇപ്പൊ നമ്മളെ ആ പാട്ട് പഠിപ്പിക്കും കേട്ടോ. ഒന്ന് പാടി കേൾപ്പിക്കട്ടെ? അതോ നമ്മൾ ഒരുമിച്ച് ഓരോ വരി പാടിപ്പോണോ? പാടി കേൾപ്പിച്ചിട്ട് മതി.
കൊറിയൻ സഖായി കൂട്ടുകാരാൽ വെറുക്കപ്പെട്ടൊരു കുള്ളൻ സഖായി നമ്മുടെ കുള്ളൻ സഖായി കുള്ളൻ സഖായി കൊറിയൻ സഖായി കൂട്ടുകാരാൽ വെറുക്കപ്പെട്ടൊരു കുള്ളൻ സഖായി നമ്മുടെ കുള്ളൻ സഖായി യേശു ഒരു നാളെരിഹോവിൽ വരുന്ന വാർത്ത കേട്ടവൻ ബന്ധപ്പെട്ടോടി ഓടി കാട്ടത്തിമേൽ കയറി യേശു ഒരു നാളെരിഹോവിൽ വരുന്ന വാർത്ത കേട്ടവൻ ബന്ധപ്പെട്ടോടി ഓടി കാട്ടത്തിമേൽ കയറി യേശുവിനെ കാണുവാൻ യേശുവാരെന്നറിയുവാൻ കാട്ടത്തിയിലേക്കടയിൽ അവൻ കാത്തുകാത്തിരുന്നു യേശുവിനെ കാണുവാൻ യേശുവാരെന്നറിയുവാൻ കാട്ടത്തിയിലേക്കടയിൽ അവൻ കാത്തുകാത്തിരുന്നു കുള്ളൻ സഖായി കൊറിയൻ സഖായി കൂട്ടുകാരാൽ വെറുക്കപ്പെട്ടൊരു കുള്ളൻ സഖായി നമ്മുടെ കുള്ളൻ സഖായി നടന്നു വന്ന യേശുടൻ മുകളിലേക്ക് നോക്കി സഖായിയെ വേഗം താഴെ ഇറങ്ങി വാ നടന്നു വന്ന യേശുടനെ മുകളിലേക്ക് നോക്കി സഖായിയെ വേഗം താഴെ ഇറങ്ങി വാ ഇന്നു ഞാൻ നിൻ വീട്ടിൽ നിന്നോടൊപ്പം പാർക്കുന്നു നിന്നെ ഞാൻ എന്റേതായി സ്വീകരിക്കുന്നു ഇന്നു ഞാൻ നിൻ വീട്ടിൽ നിന്നോടൊപ്പം പാർക്കുന്നു നിന്നെ ഞാൻ എന്റേതായി സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു നിന്നെ സ്വീകരിക്കുന്നു. പാട്ട് ഇഷ്ടപ്പെട്ടോ? പാട്ട് പഠിച്ചോ? സിമ്പിൾ ആണ് അല്ലേ? സിമ്പിൾ ടോണാ. ഒന്ന് ജസ്റ്റ് മ്യൂസിക് ഇല്ലാന്ന് പാടിക്കും. കുള്ളൻ സഖായി കൂട്ടുകാരാൽ വെറുക്കപ്പെട്ടൊരു കുള്ളൻ നമ്മുടെ കുള്ളൻ സഖായി. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ വളരെ പെട്ടെന്ന് പാട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വിത്ത് മ്യൂസിക് ഒരു പ്രാവശ്യം നമ്മൾ പാടാൻ പോവുകയാണ്. ആ സമയം എല്ലാവരും കൂടെ ചേർന്ന് പാടുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ആക്ഷനോടുണ്ട്. അസിസ്റ്റന്മാർ അതിൻ്റെ ആക്ഷനും കാണിക്കും. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ആക്ഷൻ കാണിക്കും. ആർ യു റെഡി ദിനാസ്? ആർ യു റെഡി ഡോളേഴ്സ്? ഓക്കെ, നമ്മളിത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. ആ ഗസ്റ്റിനെ നമുക്കൊന്ന് റിസീവ് ചെയ്യണം. പക്ഷെ പാട്ട് നിർത്തരുത്, പാടിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ, സമ്മതിച്ചോ? അഗ്രീഡ്? ഡീൽ? സ്മൈലിംഗ് ഫേസോടുകൂടെ ചിരിച്ചോണ്ട് വന്നിരിക്കുന്നു. ആ ഗസ്റ്റ് വന്ന് ക്ലാപ്പ് ക്ലാപ്പ്. കുള്ളൻ സഖായി കൊറിയൻ സഖായി കൂട്ടുകാരാൽ വെറുക്കപ്പെട്ടൊരു കുള്ളൻ സഖായി നമ്മുടെ കുള്ളൻ സഖായി കുള്ളൻ സഖായി കൊറിയൻ സഖായി കൂട്ടുകാരാൽ വെറുക്കപ്പെട്ടൊരു കുള്ളൻ സഖായി നമ്മുടെ കുള്ളൻ സഖായി യേശു ഒരു നാളെരിയോവിൽ വരുന്ന വാർത്ത കേട്ടവൻ ബന്ധപ്പെട്ടോടി ഓടി കാട്ടത്തിമേൽ കയറി യേശു ഒരു നാളെരിയോവിൽ വരുന്ന വാർത്ത കേട്ടവൻ ബന്ധപ്പെട്ടോടി ഓടി കാട്ടത്തിമേൽ കയറി യേശുവിനെ കാണുവാൻ യേശുവാരെന്നറിയുവാൻ കാട്ടത്തിയിലേക്കടയിൽ അവൻ കാത്തിരുന്നു യേശുവരെ കാണുവാൻ യേശുവരെന്നറിയുവാൻ കാട്ടത്തിയിലേക്കിടയിൽ അവൻ കാത്തിരുന്നു. കുള്ളൻ സഖായി കൂട്ടുകാരാൽ വെറുക്കപ്പെട്ടൊരു കുള്ളൻ സഖായി നമ്മുടെ കുള്ളൻ സഖായി നടന്നു വന്ന യേശുടൻ മുകളിലേക്ക് നോക്കി സഖായിയെ വേഗം താഴെ ഇറങ്ങി വാ നടന്നു വന്ന യേശുടൻ മേളിലേക്ക് നോക്കി സഖായിയെ വേഗം താഴെ ഇറങ്ങി വാ ഇന്നു ഞാൻ നിൻ വീട്ടിൽ നിന്നോടൊപ്പം പാർക്കുന്നു നിന്നെ ഞാൻ എന്റേതായി സ്വീകരിക്കുന്നു ഇന്ന് ഞാൻ നിൻ വീട്ടിൽ നിന്നോടൊപ്പം പാർക്കുന്നു നിന്നെ ഞാൻ എന്റേതായി സ്വീകരിക്കുന്നു നിന്നെ സ്വീകരിക്കുന്നു നിന്നെ സ്വീകരിക്കുന്നു. സാറേ, ചിലവരൊക്കെ പറഞ്ഞു കുള്ളൻ സക്കായി കൊറിയൻ സക്കായി. കൊറിയനല്ല കൊറിയൻ കേട്ടോ. റെഡി? ഓൾ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? എഴുന്നേക്കണം. ഓക്കെ ഓക്കെ, ഓൾ സ്റ്റാൻഡ്. ഓൾ സ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേന് എന്ത്? പന്തലിനകത്തിരിക്കുന്നവർക്കും സൈഡിൽ
നമുക്ക് അന്നേരം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ആക്ഷൻ കാണിച്ചു നോക്കാം അല്ലേ? കുള്ളൻ സക്കായി. അച്ഛാ, ഈ കൊറിയൻ സക്കായി എന്ന് പറയുമ്പോ അടുത്തിരിക്കുന്ന ആളുടെ ഇങ്ങോട്ട് നോക്കിക്കോളാം. ഓക്കെ, റെഡി? ഒരു പ്രാവശ്യം കൂടെ. റെഡി? 1 2 3 സ്റ്റാർട്ട്. കുള്ളൻ സക്കായി, കൊറിയൻ സക്കായി, കൂട്ടുകാരാൽ വെറുക്കപ്പെട്ടൊരു കുള്ളൻ സക്കായി, നമ്മുടെ കുള്ളൻ സക്കായി. യേശു ഒരു നാൾ എരിഹോവിൽ വരുന്ന വാർത്ത കേട്ടവൻ. യേശു ഒരു നാൾ എരിഹോവിൽ വരുന്ന വാർത്ത കേട്ടവൻ ബന്ധപ്പെട്ടോടിയോടി കാട്ടത്തിന്മേൽ കയറി. യേശു ഒരു നാൾ എരിഹോവിൽ വരുന്ന വാർത്ത കേട്ടവൻ ബന്ധപ്പെട്ടോടിയോടി കാട്ടത്തിന്മേൽ കയറി. യേശുവിനെ കാണുവാൻ, യേശുവറിയുവാൻ കാട്ടത്തിലേക്ക് അവൻ കാത്തിരുന്നു. ഓക്കെ, അപ്പൊ അത്രയും സെറ്റ് അല്ലേ? നടന്നു വന്ന യേശുടൻ നിങ്ങളുടെ റൈറ്റ് സൈഡ് അതിനേതാ? എന്നാ പിന്നെ അങ്ങോട്ട് നടന്നോണേ, ഞങ്ങളെ നോക്കല്ലേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. നടന്നു വന്ന യേശുവിനെ മുകളിലേക്ക് നോക്കി, സക്കായിയെ വേഗം താഴെ ഇറങ്ങി വാ. തിരിച്ച് നടന്നു വന്ന യേശുവിനെ മുകളിലേക്ക് നോക്കി, സക്കായിയെ വേഗം താഴെ ഇറങ്ങി വാ. ഇന്ന് ഞാൻ നിന്നിൽ നിന്നോടൊപ്പം പാടുന്നു, നിന്നെ ഞാൻ എന്റേതായി സ്വീകരിക്കുന്നു. ഇന്ന് ഞാൻ നിൻ വീട്ടിൽ നിന്നോടൊപ്പം പാടുന്നു, നിന്നെ ഞാൻ എന്റേതായി സ്വീകരിക്കുന്നു. പാട്ട് പഠിച്ചു കഴിഞ്ഞോ? വന്നില്ല. നമ്മള് തന്നെ പാടി ഇങ്ങനെ ചെയ്യാം സാർ. ഞങ്ങള് ഈ കറണ്ടൊക്കെ ഇല്ലാത്തതിന് മുമ്പേ ഞങ്ങൾ പാടുന്നവരും പഠിക്കുന്നവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ അല്ലാതെ പാടും. റെഡി? വേറെ ഗിറ്റാറിന്റെ അകത്ത് മാത്രം ഒന്ന് കുള്ളൻ സക്കായി, കൊറിയൻ സക്കായി, കൂട്ടുകാരാൽ വെറുക്കപ്പെട്ടൊരു കുള്ളൻ സക്കായി, നമ്മുടെ കുള്ളൻ സക്കായി. കുള്ളൻ സക്കായി, കൊറിയൻ സക്കായി, കൂട്ടുകാരാൽ വെറുക്കപ്പെട്ടൊരു കുള്ളൻ സക്കായി, നമ്മുടെ കുള്ളൻ സക്കായി. യേശു ഒരു നാൾ എരിഹോവിൽ വരുന്ന വാർത്ത കേട്ടവൻ ബന്ധപ്പെട്ടോടിയോടി കാട്ടത്തിന്മേൽ കയറി. യേശു ഒരു നാൾ എരിഹോവിൽ വരുന്ന വാർത്ത കേട്ടവൻ ബന്ധപ്പെട്ടോടിയോടി കാട്ടത്തിന്മേൽ കയറി. യേശുവിനെ കാണുവാൻ, യേശുവറിയുവാൻ കാട്ടത്തിലെ കടിയിൽ അവൻ കാത്തിരുന്നു. യേശുവിനെ കാണുവാൻ, യേശുവാരെന്നറിയുവാൻ കാട്ടത്തിലേക്കിടയിൽ അവൻ കാത്തിരുന്നു. കുള്ളൻ സക്കായി, കൊറിയൻ സക്കായി, കൂട്ടുകാരാൽ വെറുക്കപ്പെട്ടൊരു നമ്മുടെ കുള്ളൻ സക്കായി. നടന്നു വന്ന യേശുവിനെ മുകളിലേക്ക് നോക്കി, സക്കായിയെ വേഗം താഴെ ഇറങ്ങി വാ. നടന്നു വന്ന യേശുവിനെ മുകളിലേക്ക് നോക്കി, സക്കായിയെ വേഗം താഴെ ഇറങ്ങി വാ. ഇന്ന് ഞാൻ നിന്നോടൊപ്പം പാടുന്നു, നിന്നെ ഞാൻ എന്റേതായി സ്വീകരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോടൊപ്പം പാടുന്നു, നിന്നെ ഞാൻ എന്റേതായി സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നു, നിന്നെ സ്വീകരിക്കുന്നു, സ്വീകരിക്കുന്നു. എല്ലാവരും ഇരുന്നോ, പയ്യെ സ്ലോ ആയിട്ടിരുന്നു, പക്ഷെ ഒന്നും വെക്കാതെ. നിങ്ങളൊക്കെ പുസ്തകമൊക്കെ വായിക്കുമോ? വായിക്കും? കഥപുസ്തകമൊക്കെ വായിക്കും, ബയോഗ്രഫി വായിക്കും, വേദപുസ്തകം വായിക്കും. അതെനിക്കറിയാം, നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി CSS എന്ന് കേട്ടിട്ടുണ്ടോ? എന്തോന്നും അതിൻ്റെ ഫുൾ ഫോം അറിയാവോ? അത് CSSM. ഞാൻ ചോദിച്ച CSS. ക്രിസ്ത്യൻ. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. സാം കോശിയച്ചനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ CSSന്റെ ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ ഇപ്പോഴത്തെ ഡയറക്ടറാണ് അച്ഛൻ.
അച്ഛൻ നിങ്ങളൊക്കെ വായിക്കാനും നിങ്ങളൊക്കെ ക്രിസ്തുവിനെയും അല്ലെങ്കിൽ ജീവചരിത്രങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരു പുസ്തകം ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അച്ഛൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്ന് അച്ഛൻ ഇവിടെ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ വന്നേക്കുന്നത്. അച്ഛനും അച്ഛൻ്റെ കൂടെ ബെഞ്ചമിൻ അങ്കിളും ഉണ്ട്. രണ്ടുപേരെയും അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്തു. ഏറ്റവും ബഹുമാനപ്പെട്ട സൂരജച്ചൻ, CSMന്റെ പ്രവർത്തകര്, കുഞ്ഞുങ്ങള്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എൻ്റെ കൊച്ചിലെ എനിക്ക് കഥാകഥനം ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൾക്കാരുടെ ജീവചരിത്രം ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് സാധു കൊച്ചുഞ്ഞി ഉപദേശി. പാട്ട് കേട്ടിട്ടുണ്ടോ? ഏത് പാട്ടറിയാം? സാധു കൊച്ചുഞ്ഞി ഉപദേശിയുടെ എൻ്റെ ദൈവം മഹത്വത്തെ ആർദ്രവാന. ആഹാ, സാധു ജ്ഞാനി. എന്ത് രസമായിട്ട് നിങ്ങൾ പാടുന്നേ. ദുഃഖത്തിന്റെ പാന. ആ ആ ആ വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഒത്തിരി സമയം എടുക്കുന്നില്ല. ഇങ്ങനെ 400-ലധികം പാട്ടുകൾ എഴുതി കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ച ഒരു വിശുദ്ധന്റെ പേരാണ് സാധു കൊച്ചുഞ്ഞി ഉപദേശി. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണമെന്ന് ഞങ്ങളുടെ ടീമിന് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട ബെഞ്ചമിൻ അലക്സ് ജേക്കബും ഞങ്ങളും ചേരുന്ന ടീമിൻ്റെ വലിയൊരു പ്രാർത്ഥനയായിരുന്നു. ഷാജി എന്ന പേരിൽ ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ട്. അദ്ദേഹം നന്നായി ടോംസിന് വേണ്ടിയൊക്കെ വരയ്ക്കുന്ന ആളാണ്. അദ്ദേഹത്തെ കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫുൾ പെയിന്റിംഗ് ആണ്, ചിത്രങ്ങളാണ്, അതിനകത്ത് കുറച്ച് ഡയലോഗും ഉണ്ട്. അപ്പോൾ വായിക്കാൻ ഇഷ്ടമല്ലേ? ആർച്ചീസ് വായിക്കുന്ന എത്ര പേരുണ്ട്? ആർച്ചീസ്, വിംബി കിഡ്, ഡയറി വിംബി കിഡ്. ഓക്കെ, യു നോ ദാറ്റ്. സോ ദിസ് ഇസ് വെരി ക്ലോസ് ടു ദാറ്റ് ലാംഗ്വേജ്. ഇത് മലയാളത്തിലാണ്. 3 മാസത്തിനകം ഞങ്ങൾ ഇതിൻ്റെ ഇംഗ്ലീഷും ഇറക്കും. അപ്പോൾ നിങ്ങൾക്ക് അതും വായിക്കാം, ഇതും വായിക്കാം. സൂരജച്ചനല്ലയോ ഇതിൻ്റെ മെയിൻ ആള്, CSMന്റെ. അപ്പം അച്ഛനെ കൊണ്ട് റിലീസ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഒരാഗ്രഹമുള്ളത്. 1ാമത്തെ ബുക്ക്. 2ാമത് ഒരു ബുക്കിലുണ്ട്. കാട്ടിലെ കഥകൾ ഭയങ്കര ഇഷ്ടമാണ് നമുക്കല്ലേ. നാട് ഭയങ്കര കഷ്ടപ്പാടാണ്. എനിക്കാണെങ്കിൽ കാട്ടിലെ കഥ അങ്ങ് ഇഷ്ടമായിരുന്നു. കാരണം കാട്ടിലെങ്ങാണുവാണെങ്കിൽ സമാധാനമുണ്ടല്ലോ. അപ്പോൾ ജമ്പു കുറുക്കൻ എന്ന് പറഞ്ഞൊരു കുറുക്കനുണ്ട് കാട്ടിൽ. ആ കുറുക്കനെ പറ്റി അമളിയാണ് 2ാമത്തെ പുസ്തകം. അതും നല്ല ഒരു പുസ്തകമാണ്. ഈ 2 പുസ്തകവും നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പേരൻസ് ആണ് പുസ്തകം വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ഞങ്ങളുടെ CSS ഷോപ്പിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരണം. ഞങ്ങളുടെ ഷോപ്പിൽ മാസത്തിൽ 1 ദിവസം വരുന്ന ഫാമിലീസ് ഉണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങൾ ഈ ബുക്സ് വാല്യൂ ചെയ്താൽ അവർ തന്നമേ വായിച്ചോളും. എല്ലാ ബുക്കും വാങ്ങിക്കരുത്, എല്ലാ ബാക്കിയുള്ളവർ കൂടെ വാങ്ങിക്കണമല്ലോ. പക്ഷെ ഒരെണ്ണമെങ്കിലും വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നും അപേക്ഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ പ്രായത്തിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ട്യൂഷൻ എടുത്ത് പുസ്തകം വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളും പുസ്തകശാലയിൽ വരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സൂരജച്ചനോട് ഈ 2 പുസ്തകങ്ങൾ റിലീസ് ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ മോൻ്റെ പേരെന്തുവാ? ജെറോൺ ഇങ്ങ് മുന്നോട്ട് വന്നേ. ഓക്കെ, സാധു കൊച്ചുഞ്ഞി ഉപദേശിയെ കുറിച്ച് കുഞ്ഞ് ശരിക്കും പഠിക്കണം. കുഞ്ഞായിരിക്കും ആ പുസ്തകം വാങ്ങിക്കുന്നത്. ഓക്കെ, ഒരു ബുക്ക്. മോളുടെ പേരെന്താ? ജഹോഷ. ഒരു വീട്ടിൽ നിന്ന് അല്ല. ഓക്കെ, ജെറൂഷ ആയിരിക്കും 2ാമത്തെ ബുക്ക് വാങ്ങിക്കുന്നത്. പറഞ്ഞോ, കേട്ടല്ലോ. ഇതൊക്കെ വായിക്കും അല്ലേ? അപ്പോൾ ഇത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇത് റിലീസ് ചെയ്യുന്നു. നല്ലൊരു കൈയടി കഴിച്ചു. ഈ പുസ്തകവും നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ബഹുമാനമുള്ള ബെഞ്ചമിൻ അങ്കിളിനോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഓവർ ടു ദിനേശ് അങ്കിൾ. Good morning.
So today is day 5 and tomorrow 6 and day after? Yes, you are right, 7. But are we meeting on day 7? No. We are finishing tomorrow, right? നാളെ നമ്മൾ തീർക്കുക അല്ലേ? ആ നാളെ ലാസ്റ്റ് ഡേയാ. ഓക്കെ. So I understand there is a holiday today and tomorrow. ഇന്നും നാളെയും അവധിയാണെന്ന് മനസ്സിലാക്കുന്നു. So so glad to see you. I am going to start with a game. Are you ready to play a game? Yeah. Okay. So yes, so if you can just distribute. You'll receive one small paper ball. ഒരു ചെറിയ പേപ്പറിന്റെ ഒരു പന്ത് നിങ്ങൾക്ക് തരും. Okay, not everybody. എല്ലാവർക്കും അല്ല. But this will be between 2 people, 1 paper ball. ഒരു പേപ്പർ ബോൾ 2 ആൾക്കാർ തമ്മിൽ. ഓക്കെ. Okay, between 2 people there will be 1 paper ball. Okay. 2 പേർക്ക് So ഒരു you decide you have a partner for yourself. നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കണേ. ഒരാളുടെ കയ്യിൽ ബോൾ ഉണ്ടാകത്തില്ല. ഓക്കെ. മോളുടെ പാർട്ട്ണർ ഇത് കൂട്ടുകാരൻ അത്. Okay. So once you receive, എല്ലാവർക്കും ബോൾ കിട്ടത്തില്ല. ഓക്കെ. not everybody will receive. നിങ്ങളുടെ കൂട്ടുകാരൻ ബോൾ ഇല്ലാതിരിക്കും. Remember, between 2 people, 1 ball. 2 പേരുടെ ഇടയ്ക്ക് ഒരു ബോളേ ആകാവൂ. ഓക്കെ. So കൂട്ടുകാരെ കിട്ടിയോ? that's how the game has been played. അങ്ങനെയാ കളിക്കുന്നേ. ഓക്കെ. See, you're also Rajesh. So make sure you have a partner and a ball when we start with this game. ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കണം. ഒരു ബോളേ ആകാവൂ നിങ്ങൾ 2 പേരുടെ ഇടയ്ക്ക്. ഓക്കെ. റെഡി? ബോൾ കിട്ടിയവരൊന്ന് പേരാവാൻ പറയണം. ബോൾ കിട്ടിയോര് ബോൾ കിട്ടാത്തവരുടെ കൂടെ ഒന്ന് ഇരിക്കണേ. ബോൾ കിട്ടിയോര് ബോൾ കിട്ടാത്തവരുടെ കൂടെ ഇരിക്കണം. നോക്കിക്കേ അടുത്തുള്ള ആളിന് ബോൾ ഉണ്ടോ ഇല്ലയോ? കാണിക്കാൻ പറയണം. കാണാമോ? കാണിക്കാമോ? ബോൾ ഒന്ന് പന്തൊന്ന് കാണിക്കാമോ? Please show the ball, paper ball that you have received, and also make sure you have a partner. മോന്റെ ബോൾ കുഞ്ഞ് മോന്റെ ബോൾ പോക്കറ്റിലോട്ട്. ഒരു ബോൾ യു ഹാവ് എ ബോൾ. കീപ് ഇറ്റ് ഡൗൺ. യു പ്ലേ വിത്ത് that ball with your partner. Okay? Everybody, ready? take the ball in your hand. ബോൾ കയ്യിലെടുത്തോ. എടുത്തോ? All those who don't have a partner, raise your hand. പാർട്ട്ണർ ഇല്ലാത്തവർ കൂടെ കളിക്കുക ആളില്ലാത്തവർ കൈയൊന്ന് പൊക്കി. You have a ball but you don't have a partner, raise your hand. പന്തുണ്ട് പക്ഷെ കൂടെ കളിക്കാൻ ആളില്ല എങ്കിൽ പാർട്ട്ണർ ഇല്ല എങ്കിൽ കുഞ്ഞിന് പാർട്ട്ണർ ഇല്ല അല്ലേ? ഇവിടെ ഒരു കുഞ്ഞിന് പാർട്ട്ണർ ഇല്ല. ഇവർ 2 പേരും ഉണ്ട്. So she's there. She can. Just sit with them for now. Yeah. കുഞ്ഞിന്റെ എന്തി? So are you ready? Ready? Okay. I would like to call a partner for me also. ഒരു പാർട്ട്ണർ. Soj, come. ബോൾ ഇല്ലാതെ. It is very simple, as I told. 2 people and 1 ball in between you. Okay? Between 2 of us. നിങ്ങളുടെ ഇടയ്ക്ക് ഒരു ബോൾ വേണം വെക്കേണ്ടത്. ഓക്കെ. Just see the game first, Adi then we'll all play together, okay? ആദ്യം നോക്കുക. ഓക്കെ. Right. When I say head, put your hands on your heads. ഹെഡ് പറയുമ്പോൾ എങ്ങോട്ട് ഇടും? കൈ മേളിലോട്ട്. ഓക്കെ. When I say shoulder, put your hands on your shoulder. ഷോൾഡർ പറയുമ്പോൾ എങ്ങോട്ട് ഇടും? ഷോൾഡർ. When I say knees, put your hands on your knees.
മുട്ടുമേൽ വെക്കണേ. നീസ് പറയും. And when I say ball, Pick the ball. be the first one to pick the ball. ആദ്യം ആരാ ബോൾ എടുക്കണേ നോക്കണം. റെഡി? All right? മനസ്സിലായോ? Right, once again. ഒന്നൂടെ. Because I was talking, he picked it up. Right, once again, here we go. I'm doing a trial down. ട്രയൽ. Head, shoulder, knees, shoulder, head, knees, shoulder, head, shoulder, pull. Okay, are you ready now, everybody? റെഡി? So I want you to stand up. എഴുന്നേറ്റ്. Come on. So everybody understood the game? Here we go. റെഡി? Make sure ആ you ബോൾ have... താഴെ ഇട്ടോ. Now no trial. I did 2 trial drums. ഇപ്പൊ Here we ട്രയൽ go. ഇല്ല. Everybody has a partner and a ball? Okay, here we go. Head, shoulder, knees, shoulder, head, knees, ball. Right, okay, all right. Okay, here we go. 4 more rounds, quickly. Put your balls down. Head, shoulder, knees, shoulder, head, shoulder, head, shoulder, knees, shoulder, head, ball. Right. All right. Here we go. 3 more rounds. Come on. Here we go. Head, shoulder, knees, shoulder, head, knees, ball. Right. Here we go. 2 more rounds. Head. Put your balls down and right. Here we go. Head, knees, shoulder, head, shoulder, knees, ball. Right. Here we go. Last round. Come on. Last round. Here we go. Last round. Head, shoulder, knees, shoulder, knees, head, shoulder, knees, shoulder, head, knees, head, ball. All right, okay. Let me ask you, how many of you got all the 5 times? 3. 2. At least 2 times. Anybody? Once at least once. Okay, put your hands down. Okay, 4 times. Anybody 0? No? Right, give a clap for yourself. Come on. Come on, everybody. Let's do this song. We did this song, right? Come on. Let's praise God. Let's sing it. All my life, all I know, God's been good to my soul. Mountain high, valley low, I'm gonna sing wherever I go. All my life, all I know, God's been good to my soul. Mountain high, valley low, I'm gonna sing wherever I go. God is for me. God is for me, He's not against me. I will hold to the plans He has for me. When I'm broken, He will fix me. I will call on the name of the Lord. Let's sing one more time. Here we go. All my life, all I know, God's been good to my soul. Mountain high,
sing wherever I go. God is for me. God is for me. He's not against me. I will hold to the plans He has for me. When I'm broken, When I'm broken, He will face me. I will call on the name of the Lord. All my life, all I know, God's been good, good to my soul. Mountain high, valley low, I'm gonna sing wherever I go. All my life, all I know, God's been good, good to my soul. Mountain high, valley low, I'm gonna sing wherever I go. I got joy, joy, joy in my soul. I'm gonna sing, sing, sing wherever I go. All my life, all I know, God's been good, good to my soul. Mountain high, valley low, I'm gonna sing wherever I go. All my life, all I know, God's been good, good to my soul. Mountain high, valley low, I'm gonna sing wherever I go. Right, let's do the Never Give Up song. Yes? Come on, come on. Let's do it together. Do not give up. Do not give up. Do not give up when times are hard. Do not give up. Have a happy heart. Do not give up. Pray and obey. When you get scared, let me hear you say. Do 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 do. Do not give up. Do not give up when times are hard. Do not give up. Have a happy heart. Do not give up. Pray and obey. When you get scared, let me hear you say. Do 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 do. Do not give up. Sit down, sit down, sit down. We're going to learn a new song. And the new song says... Right. The song says, in my wrestlings, in my doubts. Yes, Kuchama. Sound for Kuchama. ഓക്കെ 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 ഈ പാട്ട് ശ്രദ്ധിച്ചു. ഓക്കെ, ഇൻ മൈ റെസ്ലിംഗ്, എൻ്റെ പ്രയാസങ്ങളിൽ, എൻ്റെ ബുദ്ധിമുട്ടിൽ, എൻ്റെ സംശയങ്ങളിൽ, In my failures, എൻ്റെ തോൽവിയിൽ, there is someone who never walks out of my life. എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തോട്ട് പോകാത്ത ഒരാളുണ്ട്. His peace always remain in me. അദ്ദേഹത്തിന്റെ സമാധാനം എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. His love is always there in the bottom of my heart. അദ്ദേഹത്തിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആഴത്തിലുണ്ട്. And he's my lighthouse. അദ്ദേഹം എൻ്റെ ലൈറ്റ് ഹൗസാ. And that's what the song talks about. അതാണ് ഈ പാട്ട് പറയുന്നത്. So I'm going to sing it with the actions directly. ഓക്കെ, ആക്ഷൻസ് നോക്കിക്കോ. ഓക്കെ, My wrestlings, in my doubts, in my failures, won't walk out. Your great love will lead me through. You are the peace in my troubles. Oh, you are the peace in my troubles.
Right. Did you get the song? പാട്ട് Yes. പഠിച്ചോ? Huh? പഠിച്ചോ? Now we are going to do it once again, okay? ഒന്നുകൂടെ let's ചെയ്യാം. do it word by word quickly. Okay. Repeat after me. Repeat. Are you ready? Repeat after me. Ready? In my wrestlings, in my doubts, in my failures, you won't walk out. With the action, your great love, yes, will lead me through. And this action is the Holy Spirit. Okay? Like this. You are the peace in my troubled sea. Come on. Okay. In the silence, you won't let go. Sing it. In the silence you won't let go. In the questions, your truth will hold. In the questions your truth will hold. Your great love will lead me through. Come on. Your great love will lead me through. You are the peace. You are the peace in my troubled sea. Oh, you are the peace in my troubled sea. Sing along. My lighthouse, shining in the darkness, I will follow you. My lighthouse, I will trust the promise. You will carry me safe to shore. How many of you know swimming? Safe to shore. All right, are you ready? Here we go. 1, 2, and 3. Rise up. Come on, shake your hip. Are you ready for a skit? Yes! Okay. Begin the skit. Understand, listen, pay attention,
don't get distracted with what is happening to your right or left. It is very important that you pay attention and watch this skit. ഈ സ്കിറ്റ് ഇവിടെ കളിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിക്കുക, ഇങ്ങോട്ടങ്ങോട്ട് നോക്കരുത്, എന്നിട്ട് ചോദ്യം ചോദിക്കും. ഓക്കെ, റെഡി? അടുത്ത് പോവാ. ഇനി കുറച്ച് ദൂരം കൂടെ മാത്രമേ ഉള്ളൂ. യേശു അപ്പച്ചനെ ഇന്ന് എനിക്ക് കാണാമല്ലോ. എവിടെ പോവാ? ഞാനോ യേശു അപ്പച്ചന്റെ അടുത്തോട്ട്. ആണോ? എന്നാ പൊക്കോ. പോകട്ടെ, എനിക്ക് പെട്ടെന്ന് പോവാനുള്ള. എന്താ പറ്റി? അവിടെ എന്തോ തടസ്സം പോലെ ഇടിച്ചു വേണ്ട. അവിടെ തടസ്സമൊന്നും ഇല്ലല്ലോ. അവിടെ എന്തോത്തേലോ ഞാൻ തട്ടി, അതാ ഇങ്ങ് പുറകോട്ട് വന്നത്. ഒരു കാര്യം ചെയ്യ്, ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തേ. ഒന്നുകൂടെ ചെയ്യട്ടെ? കുഴപ്പമില്ലായിരിക്കും അല്ലേ? എനിക്ക് പോവാൻ പറ്റുന്നില്ല. അതെന്താ? അവിടെ കണ്ടുള്ളത് പോലെ. അവിടെ ഒന്നുമില്ല. ഉണ്ട്, പോയി നോക്ക്. എനിക്ക് പോവാൻ പറ്റുന്നില്ല. സുജി, എവിടെ പോവാ? ഞാൻ യേശുപ്പച്ചൻ്റെ അടുത്ത് പോവാ. നീയോ? ആ, യേശുപ്പച്ചൻ്റെ അടുത്തോട്ടാ? ആ, യേശുപ്പച്ചൻ്റെ അടുത്ത് പോവാ. എന്താ പറ്റി? ഒന്ന് പോയി നോക്കിക്ക്. ആ, ഞാൻ പോവാ. ബൈ. ബൈ. ഇപ്പൊ ചെന്നത് തന്നെ എനിക്ക് പറ്റിയില്ല. അവിടെ ഒരു കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. സുജിക്ക് പോവാൻ പറ്റി. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമോ? പറ്റുന്നില്ല. എനിക്ക് യേശുപ്പച്ചന്റെ അടുത്ത് പോകണം. കയറി പോയല്ലോ. അവളാണെങ്കിൽ ഉണ്ടല്ലോ, നിന്റെ ഫ്രണ്ടാണോ? എന്റെ ഫ്രണ്ടാ. ബൈബിൾ ക്വിസ് കോമ്പറ്റീഷന് പങ്കെടുക്കത്തില്ല, മെമ്മറി ബേസ് കോമ്പറ്റീഷന് പങ്കെടുത്തില്ല. എനിക്ക് ഇതിനെല്ലാം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് ഫസ്റ്റ് ഒക്കെ ഉണ്ട്. എന്നിട്ട് എന്താ എനിക്ക് പോകാൻ പറ്റാത്തത്? അതെന്താണെന്നറിയാമോ? എനിക്ക് വാക്യമൊക്കെ കാണാൻ അറിയാം. ഒരു വാക്യം പറഞ്ഞു. വലിയ വാക്യമാ. അത് പറഞ്ഞു. യഹോവ എന്റെ ഇടയനാകും. നല്ല വാക്യമാണ്. പക്ഷെങ്കിലും ഉണ്ടല്ലോ, നീ ഈ വാക്യം നിന്റെ വാ കൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. വാക്യം വായും കൊണ്ടല്ലേ പറയണ്ടേ? പക്ഷെ നിന്റെ ഹൃദയത്തിലുണ്ടല്ലോ യേശുപ്പച്ചനില്ല. നിന്റെ യേശുപ്പച്ചനെ നീ നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. അങ്ങനാണോ? നീ എപ്പോഴും ഇങ്ങനെ വാക്യൊക്കെ പറഞ്ഞു നടക്കും, സമ്മാനമൊക്കെ കിട്ടും. പിന്നെ ഫസ്റ്റ് കിട്ടി. ഫസ്റ്റ് കിട്ടി. എവിടെ പോയാലും ഫസ്റ്റ് കിട്ടും അല്ലേ? ഫസ്റ്റിന് വേണ്ടിയാ. പക്ഷെങ്കിലുണ്ടല്ലോ, ഫസ്റ്റിന് വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് നീ പഠിച്ചുകൊണ്ടിരുന്നത് വാക്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എന്തോ ചെയ്യണം? നിന്റെ ഹൃദയത്തില് നീ യേശുപ്പച്ചനെ കൊണ്ടുവരണം. നീ യേശുപ്പച്ചനെ സ്വീകരിക്കണം നിന്റെ ഹൃദയത്തില്. അപ്പൊ എന്റെ ഹൃദയത്തിൽ യേശുപ്പച്ചനില്ലേ? അതുകൊണ്ടാണ് നിനക്ക് കയറാൻ പറ്റാത്തത്. അപ്പൊ അതിന് ഞാൻ എന്തോ ചെയ്യണം? യേശുപ്പച്ചൻ ഹൃദയത്തിൽ വേണമെങ്കിൽ യേശുപ്പച്ചൻ ഹൃദയത്തിൽ വരും. അപ്പൊ നീ യേശുപ്പച്ചനോട് നീ ഒന്ന് പ്രാർത്ഥിക്കണം. ഇപ്പോഴോ? പ്രാർത്ഥിച്ച് യേശുപ്പച്ച എന്റെ ഹൃദയത്തിൽ വരണേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. പ്രാർത്ഥിക്കാമോ? ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച യേശുപ്പച്ചൻ കേൾക്കുവോ? തീർച്ചയായിട്ടും. എന്റെ യേശുപ്പച്ച എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എനിക്ക് നിന്റെ അടുത്ത് വരണം. ആമേൻ. ഒന്നുകൂടെ നോക്കിയാലോ? പോവാൻ പറ്റുമോ? പേടിയുണ്ടോ? ധൈര്യമായിട്ട് പോവാണേ. ദൈവമേ, യേശുപ്പച്ചൻ യേശുപ്പച്ചന്റെ അടുത്തെത്തി. ഞാൻ യേശുപ്പച്ചന്റെ അടുത്തെത്തി. ഞാൻ എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ട്, എന്നെ തന്നെ റിന്യൂ ചെയ്തത് കൊണ്ടാണ് എനിക്ക് യേശുപ്പച്ചന്റെ അടുത്ത് എത്താൻ പറ്റിയത്. ഞാൻ ഇനിയും യേശുപ്പച്ചനെ വാഗൊണ്ടല്ല, ഹൃദയം കൊണ്ട് സ്നേഹിക്കും. Well, children, പ്രിയ കൂട്ടുകാരെ, what was the skit about? ഈ സ്കിറ്റ് എന്തിനെ കുറിച്ചായിരുന്നു? Renewing ourselves. നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. In whom? ആരില്ല? In Jesus, in Christ. യേശു കർത്താവിൽ ഒരു പുതിയ ജീവൻ നമ്മളിൽ ഉണ്ടായിരിക്കണം. Yes.
renewing is very important. രൂപാന്തരപ്പെടുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. Yes, so we have learned so far. Day 1, what was it? ആദ്യത്തെ ദിവസം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? Okay, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. okay, day 1 is? Day 1 എന്തായിരുന്നു? I can't hear you. You are special. നിങ്ങൾ Day 2? വിശേഷതയുള്ളവരാണ്. നിങ്ങൾ പ്രാധാന്യമുള്ളവരാ. മൂന്നാമത്തെ ദിവസം 3? You are Day 4? Okay, you are forgiven. And day 5? Day 5. Huh? Wow, yes. Absolutely പുതുക്കപ്പെട്ടവരാണ്. correct. Okay. You are renewed. Renewed. So I will call upon, yes, you are supposed to read the Bible passage today, right? ബൈബിളിന്റെ Today's Bible portion is taken from Matthew chapter 16, 13 to 20. Jesus went to the territory near the town of Caesarea Philippi, where he asked his disciples, "Who do you people say the Son of Man is?" Some say John the Baptist. They answered. Others say Elijah, while others say Jeremiah or some other prophet. "What about you?" he asked them. "Who do you think I am?" Simon Peter answered, "You are the Messiah, the Son of the living God." "Good for you, Simon, son of John," answered Jesus. "For this truth did not come to you from any human being, but it was given to you directly by my Father in heaven. And so, I tell you, Peter, you are a rock, and on this rock foundation I will build my church, and not even death will be able to overcome it. I will give you the keys of the kingdom of heaven, and what you profit on earth will be profited on heaven, and what you permit on earth will be permitted on heaven." Then Jesus ordered the disciples to not tell anyone that he was the Messiah. Thank you. Here ends the Bible portion. Thank you. Thank you so much. Can you have a big round of applause for... What's your name, boy? നന്നായിട്ട് വായിച്ചു. എന്തായിരുന്നു? ജേക്കബ്. Jacob. Okay, Jacob. Thank you so much. Right. This is the 5th day and we are looking at the topic called as You Are Renewed. അഞ്ചാമത്തെ ദിവസം നിങ്ങൾ പുതുക്കം പ്രാപിച്ചവർ എന്ന് രൂപാന്തരം We പ്രാപിച്ചവർ heard about the discussion ചിന്തിക്കുന്നു. between Jesus and Peter. പത്രോസും യേശു തമ്മിലുള്ള ഒരു സംഭാഷണം നമ്മളിപ്പോ കേട്ടത്. But I'm going to come to that passage. ഞാൻ അങ്ങോട്ട് വരും. Before that, അതിനു മുമ്പ് I just want to tell you a small incident that happened. ഒരു ചെറിയ സംഭവ കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. It is not a small incident, but it is a very big incident. ഒരു വലിയ സംഭവ കഥയാണ്. I'm talking about this family. ഈ ഒരു കുടുംബത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. Parmeshwaran family. പരമേശ്വരന്റെ കുടുംബം Lived in Nagapattinam, on the shores of Nagapattinam, Chennai. ചെന്നൈയിലെ നാഗപട്ടണം എന്ന ആ സ്ഥലത്താണ് ഇവർ താമസിച്ചത്. 2 daughters and 1 son. 2 പെൺമക്കളും ഒരു മകനും. Now it was Parmeshwaran's birthday on 26 December 2004. 2004 ഡിസംബർ 26 പരമേശ്വരന്റെ ജന്മദിനമായിരുന്നു. Parmeshwaran was also a government employee in ONGC and he was a strong believer in the Lord. He was associated with Evangelical Graduate Fellowship, EGF, that is what it's called as. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. കൂടാതെ യേശു കർത്താവിനെ സ്നേഹിക്കുന്നതും യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. Now on his birthday he was sleeping. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അദ്ദേഹം ഉറങ്ങുമായിരുന്നു. And here comes his youngest son. The son was the youngest. ഇളയ മോനായിരുന്നു ഏറ്റവും ഇളയത്. അദ്ദേഹം അപ്പയുടെ അടുത്തോട്ട് And he വന്നു. comes and sits on his father's chest. നെഞ്ചിലോട്ട് ഇരുന്നിട്ട് And he's kissing his daddy, Appa. അപ്പയുടെ മുഖത്തിങ്ങനെ ഉമ്മ വെച്ചോണ്ടിരിക്കുന്നു. Happy birthday, അപ്പ ഉമ്മ. ഹാപ്പി ബർത്ത്ഡേ അപ്പ ഉമ്മ. And daddy is sleeping. He's getting a little irritated. Okay, Mone. അപ്പൊ ഉറങ്ങ. അപ്പയ്ക്ക് അങ്ങ് എന്താ പറഞ്ഞ ഇച്ചിരി ഒരു പ്രയാസം തോന്നിയാ. ശരി മോനെ എന്ന് പറഞ്ഞു. But he is trying to let go his son. His second daughter is coming in. Appa, happy birthday, Appa. Happy birthday, Appa. And she also started kissing him. Okay, മകൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാ അങ്ങോട്ട് വന്നേ? രണ്ടാമത്തെ മോൾ അല്ലേ? മോൾ വന്നിട്ട്
ഉപ്പ വീണ്ടും മകൻ അവിടെ ഉണ്ട്. മകനും അവിടെ ഉണ്ട്. മോളും അങ്ങോട്ട് വരിക. ഓക്കെ. Then these two are kissing and cuddling and wishing daddy. The elder daughter comes. ഈ രണ്ടുപേരിങ്ങനെ ഉമ്മ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് മൂത്ത മകൻ വരും. She says, "Appa, happy birthday, I prepared coffee for you." അപ്പൊ ഓടി വന്നിട്ട് അപ്പ ഞാൻ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ അപ്പ. Oh, daddy was so happy. അപ്പ ഭയങ്കര സന്തോഷം തോന്നി. They drank coffee, they had a chit chat on the bed. അവര് കട്ടിലിരുന്ന് അവർ സംസാരിച്ചുകൊണ്ടിരുന്നു, കാപ്പിയും കുടിച്ചു. And the children said, "Daddy, Appa, we'll go and play frisbee on the shore." അപ്പൊ അവര് പറഞ്ഞു, പപ്പ നമുക്ക് വെളിയിൽ പോയിട്ടെ ഒരു കളിയുണ്ടല്ലോ ഇങ്ങനെ പ്ലേറ്റ് പോലത്തെ ഫ്രിസ്ബി, ഓക്കെ, അത് വെച്ചൊന്ന് കളിക്കാം. And mummy said, "You all go and I will cook meal so that in the afternoon there are guests coming, so we will all have a meal together." അപ്പൊ അമ്മ പറഞ്ഞു, ഓക്കെ നിങ്ങൾ പോയിട്ട് അങ്ങ് കളിച്ചോ, ഉച്ചയ്ക്ക് കുറെ പേര് വരുന്നുണ്ട് വീട്ടിൽ, ഞാൻ ഭക്ഷണം എല്ലാം ഉണ്ടാക്കാം, നിങ്ങൾ പോയി അങ്ങ് കളിച്ചു. So daddy and the 3 children went to the beach to play. അപ്പൊ പപ്പയും 3 മക്കളും അവിടെ കടൽ തീരത്ത് കളിക്കാനായിട്ട് പോയി. Now daddy's back was towards the water. വെള്ളത്തെ വെള്ളം പുറയിലല്ലേ, അപ്പൊ ഇങ്ങനെ നിന്നാ പപ്പ And the കളിച്ചോണ്ടിരുന്നേ. children were in the front. കൊച്ചു 3 പിള്ളേരും നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഇപ്പൊ And they started playing frisbee. ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. And suddenly പെട്ടെന്ന് the son shouted, "Appa!" ആ ചെറിയ മകൻ ഉറക്കെ വിളിച്ചു, അപ്പാ. He said, "Appa, look at the ocean." അയ്യോ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ, കടലിലേക്കൊന്ന് നോക്കിക്കേ. He saw a big huge wave. തിരിഞ്ഞു നോക്കിയപ്പോ ഭയങ്കര ഒരു വേവ്. Even before he could say anything, എന്തെങ്കിലും പറയുന്നേക്കാട്ട് മുമ്പ് the waves took them all. ഈ തിരമാല വന്ന എല്ലാരെയും തൂത്തുമാരി. The father could hardly say, "Run, children." അപ്പയ്ക്ക് പറയാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല, മക്കളെ ഓടിപ്പോ എന്ന് പറയാൻ പറ്റിയില്ല. It was in the year 2004 that the tsunami hit. 2004 സുനാമി എന്ന വലിയ It was 9.0 magnitude. അതിന്റെ ഒരു സ്കെയിലില് നമ്മൾ അതിന്റെ അളക്കുമ്പോൾ 9.8 ഭയങ്കരമായിട്ട്. One of the strongest tsunami that hit across many nations, and this was the strongest in 40 years. ഇത് 40 വർഷത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഭൂകമ്പം എന്ന് ആണ്. And we all understand now how the tsunami occurs. ഇതെങ്ങനെയാ സുനാമി ഉണ്ടാകുന്നത് നമുക്കറിയാം. A shifting of plates and the waves rise and then it hits the shore. അത് ഭൂമിയിൽ ഒരു കുലുക്കം ഉണ്ടാകുന്നു, സ്ഥിരമായിട്ട് നിൽക്കുന്ന പോലല്ല, ഒരു ഷേക്ക് ഉണ്ടാകുന്നു. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, തിരമാലകൾ അങ്ങ് ഉയരുന്നു. They all were swept by the waves. എല്ലാരും തൂത്തുവാരി But somehow Parameshwaran managed to come back on the shore. എങ്ങനെയോ പരമേശ്വരൻ ആ തീരത്തേക്ക് ഒന്നെത്തി. But he could not find his children. പക്ഷെ മക്കളെ കാണാൻ പറ്റിയില്ല. Could not find his children. ആരെയും കാണാൻ പറ്റിയില്ല. He was looking out for them. അവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. He could not find out. അവരെ കണ്ടുപിടിച്ചില്ല. He suddenly saw that his wife is there. He felt a sigh of relief. പെട്ടെന്ന് നോക്കിയപ്പോ അവന്റെ ഭാര്യ അവിടെ നിൽക്കുന്നു, ഒരു സമാധാനം. There was devastation, destruction. ചുറ്റും നോക്കുമ്പം എല്ലാം നശിച്ചിരിക്കുന്നു. All crying and wailing. എല്ലാരും കരയുന്നു, അലയ്ക്കുന്നു. Losing their loved ones. അവരുടെ സ്വന്തക്കാർ, ഇഷ്ടപ്പെട്ടവരെല്ലാം നഷ്ടമാകുന്നു. And now there's a news that comes first. പെട്ടെന്ന് ഒരു ന്യൂസ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഒരു First news that comes is about his second daughter. ആദ്യത്തെ അദ്ദേഹത്തിന് കേൾക്കുന്ന ഒരു വാർത്ത രണ്ടാമത്തെ മകളെ കുറിച്ചാ. Your daughter is found dead. അപ്പൊ അവർ വന്ന് പറയുന്നു, നിന്റെ മകൻ മരിച്ചവരായിട്ട് കാണുന്നു. The mother and father's heart sunk. അപ്പയും അമ്മയും പ്രയാസപ്പെടും. This was just reached to their ears. ഇത് ഇവരുടെ ചെവിയിലേക്ക്, കാതിലേക്ക് എത്തുകയും somebody comes and says, "I saw your son near the district collector bungalow." അപ്പം പറഞ്ഞു, നിങ്ങളുടെ മകൻ ആ ഡിസ്ട്രിക്ട് കളക്ടറുടെ ബംഗ്ലോയുടെ അടുത്ത് നിൽക്കുന്നു. The father runs and sees his son is sitting. പിതാവ് ഓടി ചെന്ന് നോക്കുമ്പം മകൻ ഇങ്ങനെ ഇരിക്കുക. This is how he was sitting. ഇങ്ങനെയാ ഇരുന്നത്. So he thought, "Oh, my son is alive," and he rushed to pick his son. അപ്പം ഭയങ്കര സന്തോഷം, മകൻ ജീവിച്ചിരിക്കുക ആയിരിക്കുമെന്ന് ഓർത്ത് പെട്ടെന്ന് പോയി മകനെ എടുക്കാനായിട്ട്. Only to find that he was dead. പക്ഷേ എടുത്തപ്പോഴാ മനസ്സിലായേ മോനും മരിച്ചിരുന്നു.
Then he came to know by somebody saying that your elder daughter is hanging near the bush. ആരോ വന്ന് പറഞ്ഞു മൂന്നാമത്തെ മകള് ഒരു മരത്തേൽ ഇങ്ങനെ തൂങ്ങി മരിച്ച അവസ്ഥയിൽ നിൽക്കുന്നു. Just with a span of seconds, everything is destroyed. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തന്നെ നശിച്ചു പോയി. It was his birthday. അദ്ദേഹത്തിന്റെ ജന്മദിനം. He lost all his 3 3 മക്കളെയും നഷ്ടമായി. Husband and wife crying. രണ്ടുപേരും ഹസ്ബൻഡും ഭാര്യയും ഭർത്താവും. Now the husband is saying, "Give me poison, let me die. My children have gone. Whom should I live for?" ആ പിതാവ് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒന്ന് വിഷമൊന്ന് താ, ഞാനൊന്ന് ചത്തോട്ടെ, കഴിച്ചിട്ട് ഞാനൊന്ന് ചാകാൻ പോവാ, ആർക്കു വേണ്ടിയാ ജീവിക്കേണ്ടിയെന്ന്. But you know, the wife ആ ഭാര്യ എന്തോ had a പറഞ്ഞു, different story altogether. അവർക്ക് ഒരു വേറൊരു കഥ In spite of പറയാനുണ്ടായിരുന്നു. all that happened, ഇതെല്ലാം സംഭവിച്ചതിന് in the midst of everything that happened, ഇതെല്ലാം സംഭവിച്ചപ്പോഴും ആ സ്ത്രീക്ക് വേറെ ഒരു കാര്യം the wife പറയാനുണ്ടായിരുന്നു. said, ഭാര്യ പറഞ്ഞു, "The Lord spoke to me. ദൈവം എന്നോട് സംസാരിച്ചു. The Lord said, if I can save your husband from these waves, can't I save your children?" കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്റെ ഭർത്താവിനെ ഒന്ന് രക്ഷിക്കാൻ സാധിച്ചു എങ്കിൽ നിന്റെ മക്കളെയും രക്ഷിക്കാൻ കഴിയത്തില്ലേ? The Lord said, "I have a purpose for you." എനിക്ക് വേറെ ഒരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുണ്ട്. But that was not all. പക്ഷെ അത് മാത്രമല്ലായിരുന്നു. As the day passed, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ the wife said, "Let us go around these places and look out for some children. There may be some children who have lost their parents." നമുക്ക് അവർ കുറച്ച് നേരം നമുക്ക് ആ ഭാഗമെല്ലാം നടന്നു പോയിട്ട് നോക്കാം, ഏതെങ്കിലും ഒരു കുഞ്ഞ് അനാഥരായി തീർന്നിട്ടുണ്ടോ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ. They were found that there were 60 children in that village span who lost their parents. അവർ കണ്ടത് ആ ഗ്രാമത്തിൽ 60 കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ അവിടെ ഉണ്ട്. And this is what the Lord spoke to her. ഇതാണ് യേശു കർത്താവ് ആ ഭാര്യയോട് So സംസാരിച്ചത്. she said to her husband, "Can we take 2 children from here?" അപ്പം ആ പുള്ളിക്കാരി ഭർത്താവിനോട് പറഞ്ഞു, 2 കുഞ്ഞുങ്ങളെ നമുക്ക് എടുക്കാം. They spoke about 2, but they brought 4 children first. അവര് 2 പറഞ്ഞേ, പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുവന്ന എത്ര പേരെയാ? 4 പേര്. But that was not all. പക്ഷെ അത് മാത്രമല്ല. You can see the husband and wife's interview on YouTube. Mr. Amitabh Bachchan had interviewed them regarding this incident. അമിതാഭ് ബച്ചൻ അവരോട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ In that interview he narrates the whole story. ഈ ഒരു ഇന്റർവ്യൂവില് അദ്ദേഹം ആ കഥ പൂർണ്ണമായിട്ട് പറയുന്നു. Boys and girls, പ്രിയ കൂട്ടുകാരെ, they lost 3 children. അവരുടെ 3 മക്കളെ അവർ നഷ്ടമായി. But today, as on date, they are parents for more than 40 children. അവർ 40 പിള്ളേർക്ക് മേൽ അവർ മാതാപിതാക്കളായി മാറുക. God renewed them from the situation what they were in. അവര് ആയിരുന്ന ആ സാഹചര്യത്തില് A ദൈവം അവരെ devastated രൂപാന്തരപ്പെടുത്തി. situation where I don't feel anybody could dare to even come out. അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ ആരും തന്നെ ജീവനോട് പുറത്ത് എന്തോ ഹോപ്പോട് കൂടി പോവാത്ത ഒരു സംഭവം. Only trusting God, അവർ ദൈവത്തിൽ വിശ്വസിച്ചു. they brought in these children. ഈ കുഞ്ഞുമക്കളെ 60ഓളം വരുന്ന കുഞ്ഞുമക്കളെ They are parents for these children today. അവരുടെ മാതാപിതാക്കളായി മാറി. It was only by their accepting God's will for their life. അവരുടെ ജീവിതത്തിൽ യേശു പറയുന്നത് വിശ്വസിക്കുകയും അത് എടുക്കുകയും ചെയ്തപ്പോൾ No matter they lost their children, അവരുടെ മക്കളെ അവർക്ക് നഷ്ടമായി. but God's purpose was greater. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി വലുതായിരുന്നു. And they obeyed the Lord. അവർ ദൈവത്തെ അനുസരിച്ചു. This is very important for us to understand. ഇത് നമ്മൾ അറിയേണ്ടത് There may be times where we are going through difficult situations. നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളിലൂടെ നമ്മൾ പോകുമായിരിക്കാം. After having knowing Jesus, യേശുവിനെ അറിഞ്ഞതിന് ശേഷം പ്രയാസങ്ങൾ Jesus ഉണ്ടാകാം. started the ministry with how many? യേശു എത്ര പേരോട് തുടങ്ങിയത്? എത്ര പേരുണ്ട്? എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12. Yes, 12. And he handpicked one person. എല്ലാരെയും യേശു കർത്താവ് ഇങ്ങനെ സെലക്ട് ചെയ്തതാ. These are the 12. ഇവരാ 12 But ശിഷ്യന്മാർ. quickly I'm going to talk about 2 people. പക്ഷെ വേഗം 2 ശിഷ്യന്മാരുടെ കഥയാ പറയാൻ പോകുന്നത്. Peter and Judas. പത്രോസും യൂദാവും. Both of them were with Jesus from day 1.
ആദ്യത്തെ ദിവസം മുതൽ രണ്ടുപേരും യേശു അപ്പച്ചനോട് ഒപ്പം ഉണ്ടായിരുന്നു. Both had the great influence of Jesus upon their life. അവരുടെ ജീവിതത്തിൽ യേശു കർത്താവിന് ഭയങ്കരമായിട്ട് അവരുടെ എന്തോ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, പ്രഭാവം ഉണ്ടായിരുന്നു. 3 years plus ministry. 3 വർഷം, 3 വർഷം യേശു അപ്പച്ചോട് കൂടി ഇവർ നടന്നവരാ. Walking with Jesus, talking with Jesus, eating with Jesus, sitting with Jesus. യേശുവോടൊപ്പം കഴിക്കുകയും നടക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരുന്നു. Seeing the storm being calm. അവർ കണ്ടു അല്ലേ, കടൽ, ആ വലിയ തിരമാലയും കടൽ കാറ്റും എല്ലാം ശാന്തമാകുന്നത് അവർ കണ്ടു. Yes. Blind being healed. അന്ധർക്ക് കാഴ്ച ലഭിക്കുന്നത് അവർ കണ്ടതാ. Jesus calling Lazarus after 4 days. Lazarus, come forth. മരിച്ചിരുന്ന ലാസറസിനെ മരണത്തിൽ നിന്ന് 4 ദിവസം ശേഷം വിളിക്കുന്നത്. And one incident, Peter was there. He was walking on water with Jesus. ഒരു സംഭവം, പത്രോസ് വെള്ളത്തിൽ കൂടെ മീതെയും നടക്കുകയായിരുന്നു. I mean, they both saw all these things. ഇവർ രണ്ടുപേരും എല്ലാം കണ്ടതാ. With their naked eyes. അവരുടെ കണ്ണുകൊണ്ട് അവർ കണ്ടതാ. പക്ഷേ who was Judas? യൂദ ആരായിരുന്നു? A man from Kerioth. കെരിയത്ത് എന്ന സ്ഥലത്തിൽ നിന്ന്, apostle of Jesus Christ, യേശു കർത്താവിന്റെ ഒരു അപ്പോസ്തലൻ, disciple of Jesus Christ, ഒരു ശിഷ്യൻ. He was called the treasurer of that group. അവിടുത്തെ എന്നാ പറയുന്നേ, ട്രഷറർ, ഖജാൻജി. He used to take care of the funds of the പൈസ എല്ലാം, പണം എല്ലാം അദ്ദേഹം സൂക്ഷിച്ചിരുന്നത്. But he had a different plan. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിന്തകൾ വേറെയായിരുന്നു. When Jesus broke the bread, യേശു കർത്താവ് ബ്രെഡ് മുറിച്ചപ്പോൾ gave it to Judas. അത് യൂദയ്ക്ക് കൊടുത്തപ്പോൾ and he said, do what you have to do quickly. ചെയ്യേണ്ടത് വേഗം ചെയ്യാനായിട്ട് യേശു കർത്താവ് യൂദയോട് പറയുന്നു. What did Jesus mean? യേശു എന്താ അർത്ഥമാക്കിയത്? Jesus knew that he's going to betray me. യേശു കർത്താവിന് അറിയാമായിരുന്നു ഇപ്പോൾ ഒറ്റി കൊടുക്കാൻ പോവാ യൂദ. And that's exactly what happened. അത് തന്നെയാ സംഭവിച്ചേ പ്രിയരെ. The Bible says, വേദപുസ്തകം പറയുന്നു, money is not evil. പൈസ, ധനം അത് തിന്മയല്ല, പാപമല്ല. But the love of money is the root of every evil. എന്നാൽ ധനത്തെ നമ്മൾ സ്നേഹിച്ചാൽ അതാണ് എല്ലാ പാപത്തിന്റെ ഒരു കാരണമായി തീരുന്നത്. That money crushed his faith. ആ ധനമാ യൂദയുടെ വിശ്വാസത്തെ നശിപ്പിച്ചത്. And Judah had a big no for Jesus. യേശു യൂദയുടെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി നോ. With just 30 silver coins 30 വെള്ളിക്കാശ് കൊണ്ട് and a kiss, ഒരു ഉമ്മ കൊണ്ട് he betrayed Jesus. യേശുവിനെ ഒറ്റിക്കൊടുത്തു. But when he realized it was too late for him, പക്ഷെ അത് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് താമസിച്ചു പോയായിരുന്നു. he went and threw away the money. ആ പൈസ എടുത്ത് അങ്ങ് കളഞ്ഞു. He said, I have betrayed an innocent soul. അയ്യോ, ഞാൻ ഒരു നിഷ്കളങ്കനായ ഒരാളിനെ അന്നല്ലോ ഒറ്റിക്കൊടുത്തത്. He could not bear the guilt. അദ്ദേഹത്തിന് ആ കുറ്റബോധം സഹിക്കാൻ, and he hanged himself. അദ്ദേഹം തന്നെ അങ്ങ് the guilt was too heavy for him. അദ്ദേഹത്തിന് ആ ഭാരം, പാപഭാരം ഏറെയായിരുന്നു. But on the other hand, പക്ഷേ മറുഭാഗത്ത് Peter, പത്രോസ്, as he read, Jacob read, ജേക്കബ് ഇപ്പൊ വായിച്ചതുപോലെ, Jesus asked, who do you say people I am? ഞാൻ ആരാകുന്നു എന്നാ ജനം പറയുന്നത്? It was Peter who said, you are Christ the Messiah. പത്രോസാ പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിന്റെ മകനായ ക്രിസ്തുവാകുന്നു. And Jesus said, it is not flesh and blood. ഇത് നിനക്ക് നീ അറിഞ്ഞത്, ദൈവം നിന്നെ ഇത് അറിയിച്ചത്. It was the Father who has revealed. ദൈവം തന്നെയാ ഇത് വെളിപ്പെടുത്തി തന്നത്. But now, when you read the passage further, Jesus says, I will be mocked, I will be beaten, I will be killed. ഇത് മുന്നോട്ട് വായിക്കുമ്പം, ആ വേദഭാഗം മുന്നോട്ട് വായിക്കുമ്പം യേശു കർത്താവ് അവരോട് പറയുന്നുണ്ട്, ആൾക്കാർ എന്നെ കളിയാക്കും, എന്നെ കൊല്ലും ഒക്കെ എല്ലാം പറയുന്നുണ്ട്. But Peter said, I will die with you. പക്ഷെ പത്രോസ് പറയുന്നു, ഇല്ല, ഞാൻ അങ്ങയോടൊപ്പം ഞാനും ചാകാം. And you know what Jesus said? ജീസസ് എന്താ പറഞ്ഞത്? Get thee behind me, Satan. സാത്താനെ എന്നെ വിട്ടുപോ. Hey, flesh and blood did not reveal this to Peter. ഇത് what he mentioned about Christ the Messiah. ജഡമല്ല നിന്നോട് ഇത് പറഞ്ഞിരിക്കുന്നത്, ജഡരക്തം.
And moments later, he's been said, Satan, get me behind me. And കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സാത്താൻ എന്നെ വിട്ടുപോ എന്ന് പറയുന്നു. Jesus says, യേശു പറയുന്നു, 3 times you will deny me before the cock crows twice. 3 പ്രാവശ്യം നീ എന്നെ ഒറ്റി പറയും. And that is what happened. അത് തന്നെയാ സംഭവിച്ചത്. The power is gone, I guess. The cock crowed and Jesus was taken. കോഴി 3 പ്രാവശ്യം കൂയി. 2. And that's when he came to his senses. അന്നേരം പത്രോസ് അദ്ദേഹത്തിന്റെ ബോധം അദ്ദേഹത്തിന് വന്നേ. One difference between Judas and Peter. യൂദാവും പത്രോസും തമ്മിൽ ഒരു വ്യത്യാസം ഇതാ. He repented. പത്രോസ് അനുതപിച്ചു. He repented and wept bitterly and cried, Jesus, please forgive me, have mercy on me. യേശുവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു പത്രോസ്. Jesus gave an opportunity യേശു കർത്താവ് അദ്ദേഹത്തിന് ഒരു അവസരം കൂടി to renew him. സ്വന്തമായിട്ട് ഒന്ന് രൂപാന്തരപ്പെടുവാൻ. He denied Jesus. യേശുവിനെ തള്ളി പറഞ്ഞ ആളാ, ഓർത്തോടെ. 3 times. 3 പ്രാവശ്യമാ തള്ളി പറഞ്ഞത്. But it was his approach back to Jesus. അദ്ദേഹം തിരിഞ്ഞ് യേശുവിന്റെ അടുത്തോട്ട് വന്നതാണ്. Renewed him. അദ്ദേഹത്തിന് രൂപാന്തരപ്പെടാൻ Gave him the newness of the Holy Spirit. പുതുതായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ ലഭിച്ചു. He rose on the day of Pentecost. പെന്തിക്കോസ്തിന്റെ ആ ദിവസം The same Peter who denied Jesus 3 times 3 പ്രാവശ്യം തള്ളി പറഞ്ഞ ആ പത്രോസ് തന്നെ അന്ന് എഴുന്നേറ്റ് നിന്നു. stood എഴുന്നേറ്റു and proclaimed Christ ക്രിസ്തുവിനെ ജനത്തോട് in front of thousands. പ്രഘോഷിച്ചപ്പോൾ 1000 കണക്കിന് ആൾക്കാരുടെ The Bible says 3,000 plus they took baptism. They accepted the Lord Jesus. 3000 പേര് അന്ന് സ്നാനപ്പെട്ടു. It was യേശുവിൽ by the വിശ്വസിച്ചു. renewal of the Holy Spirit that came upon. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുത്തിയപ്പോഴായി But my dear friends, the most important thing is, പ്രിയ കൂട്ടുകാരെ, no matter what you do, നിങ്ങൾ എന്ത് ചെയ്താലും തെറ്റ് ചെയ്താലും come back to Jesus. യേശു കർത്താവിന്റെ അടുത്തേക്ക് മടങ്ങി വരണം. Come back to Jesus. മടങ്ങി വരിക. Don't listen to the enemy who says that he does not love you, you're not special, you're not important. സാത്താൻ പറയും എപ്പോഴും നിങ്ങൾ സ്പെഷ്യൽ അല്ല, വിശേഷതയുള്ളവരല്ല, നിങ്ങൾ പ്രാധാന്യമുള്ളവരല്ല. അങ്ങ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കരുത്. Jesus is always willing to listen and receive you. യേശു കർത്താവ് എപ്പോഴും നിങ്ങളെ സ്വീകരിക്കാനും നിങ്ങളെ ചേർക്കാൻ ഇഷ്ടപ്പെടുന്നു. He's the same Jesus who was same yesterday, today and forever. ഇന്നലെയും ഇന്നും എന്നേക്കും ഉള്ള അനന്യനായ He's a God of relationship. ബന്ധങ്ങളുടെ ഒരു ദൈവമാണ്. He's a God of miracles. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ്. He's a God of abundant love. ഏറെ സ്നേഹിക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമ്മളോടൊപ്പമുള്ളത്. But it is my faith, it is your faith that will renew your walk with Christ. പക്ഷേ എൻ്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസമാ നിങ്ങളെ രൂപാന്തരപ്പെടുത്തലിലേക്ക് നയിക്കുന്നത്. Let me tell you once again, don't fall for any evil words. ഒന്നും അരുതാത്ത ഒരു സംഗതിയും നിങ്ങളുടെ ചെവിയിലോട്ട് കേറരുത്. Whatever you have done, എന്ത് ചെയ്താലും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും come back to Christ. തിരിച്ച് യേശു കർത്താവിന്റെ അടുത്തേക്ക് Jesus will renew you. യേശു കർത്താവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. And that's what the verse says. അതാ ആ ബൈബിൾ വേഴ്സ് പറയുന്നത്. Isaiah 40 verse 31. യെശയ്യാവ് 40:31. Can you repeat after me? But those who hope in the Lord will renew their strength. They will soar on wings like eagles. They will run and not grow weary. They will walk and not faint. Isaiah 40 verse 31. Isaiah 40 verse 31. And in Malayalam also it is there. മലയാളത്തിലുണ്ട്. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ
നടക്കുകയും ചെയ്യും. യെശയ്യാവ് 40:31. Can we just close our eyes as I ask Action to come and pray? Close your eyes and just look up to God. Quieten your hearts. ശാന്തമാക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്നെ അറിഞ്ഞ് നീയുമായുള്ള രക്ഷാകരമായ ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ വളരാനും വളർത്തപ്പെടുന്നതിനും ദൈവം തമ്പുരാൻ സഹായിക്കണമേ. എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരും വേർതിരിക്കപ്പെട്ടവരായി യേശു കർത്താവിനോട് ചേർന്നു എല്ലാ പരീക്ഷകളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കും. നീയുമായുള്ള ഏറ്റവും അടുത്ത ബന്ധത്തിൽ നിന്നും തടസ്സം നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ദൈവം തമ്പുരാൻ നീക്കണമേ. വിശ്വാസ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും തളർന്നു പോകാതെ യേശു കർത്താവിൽ വളരുന്നതിന് ഞങ്ങളെല്ലാവരെയും ഇടയാക്കണം. ഇന്ന് ഈ പ്രഭാതത്തിലെ സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരാരും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിൽ വളരുവാൻ ദൈവം അവരെ സഹായിക്കണം. ദൈവവചനം പഠിച്ച് ആരാധനയുമായുള്ള ബന്ധത്തിൽ നല്ല സാക്ഷികളായി പ്രാർത്ഥനാ ജീവിതമുള്ള കുഞ്ഞുങ്ങളായി കൃപയുടെ കുഞ്ഞുങ്ങളായി അവർ വളരുവാൻ, അവരെ ആ രീതിയിൽ വളർത്തിയെടുക്കുവാൻ ഒരു മാതാപിതാക്കളെയും ദൈവം തമ്പുരാൻ ഒരുക്കണം. CSSന്റെ മിനിസ്ട്രി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെല്ലാം അനേകം കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവേ ഈ സംഘടനയെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം. ഈ പ്രഭാതത്തിലും നിന്റെ സാന്നിധ്യവും നിന്റെ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. തുടർന്നും കർത്താവെ നിന്റെ സാന്നിധ്യത്തിൽ, നിന്റെ ആലോചനയിൽ, നിന്റെ മഹത്വമേറിയ ജീവിതാനുഭവത്തിൽ മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനകൾ. ഹായ്. ഇന്ന് നമ്മളൊരു എല്ലാ വർഷവും നമ്മൾ ഒരാളെ പരിചയപ്പെടാറുണ്ട്, ഒരാളെ കാണാറുണ്ട്. അവരോടൊന്ന് കടന്നു വരാമോ? അവരോ ഓടി ഓടി ഓടി. ഈ മകനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ മകൻ എല്ലാ വർഷവും അദ്ദേഹത്തിന് ഒരു വർഷം കിട്ടുന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു നാണയം, അദ്ദേഹം സ്വരൂപിച്ചു വെക്കുന്ന നാണയം കുട്ടിപ്പന്തലിൽ ദൈവവേലയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകാറുണ്ട്. അതുപോലെ ഈ വർഷവും നൽകുന്നു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട അച്ഛന്മാർ അത് ഏറ്റുവാങ്ങുവാനായിട്ടും നിന്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ടും നമുക്ക് ഈ സമയത്തെ മാറ്റി നിൽക്കാം. നല്ലൊരു കാര്യം. നമുക്കിപ്പോൾ പാട്ട് പാടി സ്തോത്രകാഴ്ച എടുക്കാം. എല്ലാവരും സന്തോഷമാണോ? ഇന്ന് എത്രാമത്തെ ദിവസമാണ് കുട്ടിപ്പന്തലിന്റെ? ഇനി എത്ര ദിവസം കൂടെ ഉണ്ട്? ഒരു ദിവസം കൂടെ അല്ലേ? നാളെ നമ്മുടെ കൂട്ടുകാരെ കൊണ്ടുവരുമോ? എൻജോയ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും പാട്ട് പാടി സ്തോത്രകാഴ്ച കഴിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ പോകാനായിട്ട് പാടുള്ളൂ. പ്രാർത്ഥനയും ആശീർവാദം കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും പോകാവൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പേരൻസ് ദയവായിട്ട് കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകരുത്. പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിന് ശേഷം മാത്രമേ കുട്ടിപ്പന്തലിൽ വിട്ടു പോകാവൂ. വിലയുള്ള വിധിയാണ് ഞാൻ, തിരഞ്ഞെടുത്തവരെന്നെ സ്നേഹിച്ചതാൽ എന്നുടെ പാപങ്ങൾ ക്ഷമിച്ചിരുന്നു. തിരഞ്ഞെടുത്തവരെന്നെ സ്നേഹിച്ചതാൽ എന്നുടെ പാപങ്ങൾ ക്ഷമിച്ചിരുന്നു. രൂപാന്തരം നൽകൻ ദേവാ, എന്നെ സ്വന്തമാക്കൂ. രൂപാന്തരം നൽകൻ ദേവാ, എന്നെ സ്വന്തമാക്കൂ.
തിരഞ്ഞെടുത്തവൻ എന്നെ സ്നേഹിച്ചതാ എന്നുടെ പാപങ്ങൾ ക്ഷമിച്ചിരുന്നു തിരഞ്ഞെടുത്തവൻ എന്നെ സ്നേഹിച്ചതാ എന്നുടെ പാപങ്ങൾ ക്ഷമിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സല്ലച്ചൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു നമുക്ക് പിരിയാം. എല്ലാവർക്കും എഴുന്നേക്കാം. എല്ലാവരും എഴുന്നേറ്റ് കൈകൂപ്പിക്ക്. കണ്ണടച്ച് എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പിക്ക്. ദൈവമായ കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ കുട്ടിപ്പന്തലിൽ കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് വരുവാൻ തന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഞങ്ങളെ പുതുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയിരുന്ന് ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളിൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചകളെ അവിടുന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണം. ദൈവകൃപ കൊണ്ട് പൊതിയണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവകൃപയും സാന്നിധ്യവും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ഞങ്ങളുടെ പിതാവേ, പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തന്നെ ചെയ്യുന്ന പോലെ ഞങ്ങളുടെ ദുഷ്ടങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പുരുഷനെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം ശക്തിയും മാത്രം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസം എല്ലാവരുടെ മേലും എല്ലാവരുടെയും തുടർന്നുള്ള ജീവിതാനുഭവങ്ങളുടെ മേലും എപ്പോഴും നീക്കൊണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കണം. നാളെ നമ്മുടെ അവസാന ദിവസമാണല്ലോ. നാളെ നമ്മളൊരു 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ പയ്യെ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും നേരത്തെ വരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമ്മളോടൊപ്പം ആയിരുന്ന സജേഷ് അച്ഛനോടും സല്ലച്ചനോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.